അടുത്തതൊരു ബത്തേരി രജിസ്ട്രേഷൻ ഡിസയർ ആണ്. സ്വിഫ്റ്റ് എങ്ങനെയാണ് അൻസാഫ് ഡീറ്റെയിൽ? സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ ആണ് ഇത് വരുന്നത്. ഡീസൽ ആണ് വണ്ടി, നോട്ട് ദ പോയിന്റ്. ഇത് പിന്നെ ഓടിയിട്ടുള്ളത് വെറും 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ആർസി വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. അതെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അടുത്ത അഗൈൻ ഒരു വാഗ്നർ, പറയൂ ഡീറ്റെയിൽസ്. 2016 മോഡൽ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇത്. ഇത് ഓടിയിട്ടുള്ള 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏതാ വേരിയന്റ്? VXi 2016 VXi. ഓക്കെ സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള പോപ്പുലർ ട്രൂ വാല്യൂവിൻ്റെ ഫ്രീ ഓൺഡ് വെഹിക്കിൾസിൻ്റെ സെക്ഷനിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ വണ്ടികളാണ്. നമ്മുടെ കൂടെ വണ്ടികളെ കുറിച്ച് സംസാരിക്കാനുള്ളത് അൻസഫ് ആണ്. അൻസഫ്, വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തോടെ? സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓൾട്ടോ വെച്ച് തുടങ്ങാം അല്ലേ? ഓൾട്ടോ വെച്ച് തുടങ്ങാം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ KL 71 ഏതായിരുന്നു? 71 നിലമ്പൂരാണ്. നിലമ്പൂർ രജിസ്ട്രേഷൻ. ഈ ഓൾട്ടോന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് പറയും. ഇത് 2019 മോഡല് ഓൾട്ടോ VXi ആണ്. VXi വേരിയന്റ് ആണ്. അതായത് സെക്കൻഡ് വേരിയന്റ്. ഇതില് മാനുവലാണ്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 43,000 കിലോമീറ്റർ. പെട്രോള്. ഇത് സിംഗിൾ ആർസി വണ്ടിയാണ്. ഇതിൽ വേറെ മേജർ ആക്സിഡന്റ്സോ റീപ്ലേസ്മെന്റ്സോ ഒന്നുമില്ല. പിന്നെ ഇതിന് 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. 6 മന്ത് വാറണ്ടി വരുന്നുണ്ടാവും. അതായത് നിങ്ങളെ വാറണ്ടിന്റെ കാര്യം എങ്ങനെയാണ്? 2017 അതിനുശേഷമുള്ള മോഡൽസിന് 2017 മോഡലിലേക്കുള്ള വണ്ടിയൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 6 മാസം വാറണ്ടി. 2023 കൊടുക്കുന്നുണ്ട്. 2023 മോഡലിലേക്കുള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2023 ശേഷമുള്ള മോഡൽസിന് 1 വർഷത്തെ വാറണ്ടി. ഓക്കെ. ഇതിൽ നമുക്ക് വാറണ്ടി കൂടെ തന്നെ നമുക്ക് 3 ഫ്രീ സർവീസും വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്. ഇതിന്റെ റേറ്റ് വരുന്നത് 3,40,000 ആണ്. 3,40,000. അപ്പൊ ശരി, നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്തൊരു ബ്രസയാണ്, KL 76 നന്മണ്ട ബാലുശ്ശേരി നന്മണ്ട രജിസ്ട്രേഷൻ. അപ്പൊ എങ്ങനെയാണ്, എത്ര ഓടിയിട്ടുണ്ട്? ഇത് 2021 മോഡൽ VXi ഓപ്ഷണലാണ്. 2021 മോഡൽ VXi ഓപ്ഷണൽ. 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 39,000. ഇതിന്റെ റേറ്റ് വരുന്നത് 8,500 ആണ്. പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ ആണ് വണ്ടി. ഇതില് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നതാണ്. ഈ ഓപ്ഷണലും നോർമൽ VXi തമ്മിൽ എന്താ വ്യത്യാസം? അതായത് പിന്നെ ഓപ്ഷണൽ ആവുന്ന സമയത്ത് നമ്മൾ ഫുൾ ഓപ്ഷണൽ ZXi കുറച്ച് ഓപ്ഷൻസ് മാത്രമേ കുറയുന്നുള്ളൂ. വ്യത്യാസം വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷനിലേക്ക് തന്നെ വരുന്നതാണ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അതിനകത്ത്. സാധാ VXi നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അപ്പൊ എത്രയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്? 8,500 ആണ്. ഓക്കെ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ ഇതിന് വാറണ്ടി 6 മാസം വാറണ്ടി. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും ഉണ്ട്. 8.5 ലക്ഷം അല്ലേ? 8.5 ലക്ഷം രൂപ. റൈറ്റ്. അപ്പൊ KL 76 നന്മണ്ട രജിസ്ട്രേഷൻ 2021 മോഡൽ ബ്രസ ഓപ്ഷണൽ VXi ഓപ്ഷണൽ ആണ്. റേറ്റ് പറയുന്നത് 8.5 ലക്ഷം. പക്ഷെ നിങ്ങൾക്ക് കോൾ ചെയ്ത് സംസാരിക്കാം. ഇത് ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് നെഗോഷ്യബിൾ ആണ്. വണ്ടി എന്തായാലും പിന്നെ ഡിസ്കൗണ്ട്സ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കോൾ ചെയ്ത് സംസാരിച്ചോളൂ. അഗൈൻ ഒരു ഓൾട്ടോ ആണ്, KL 65. അപ്പൊ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2015 മോഡൽ ഓൾട്ടോ 800 LXi ആണ്. LXi ബേസ് വേരിയന്റ് ആണ്. ഇത് 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 95,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ആർസി ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 2,30,000 ആണ്. 2,30,000 രൂപ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 95,000 ഓടിയിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഒരു കോഴിക്കോട് രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ഡിസയർ ആണ്. അപ്പോൾ ഇത് 2015 മോഡലാണ്. 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 3,95,000. 3,95,000. 2015 പെട്രോള് 95,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. 3,95,000 റേറ്റ്. 3,95,000. ഇത് റേറ്റ് ഒരിക്കലും ഫിക്സഡ് റേറ്റ് അല്ല, നമുക്ക് നെഗോഷ്യബിൾ ആണ്. റേറ്റ് ചേഞ്ചസ് ഒക്കെ വരുത്താം, നിങ്ങൾ സംസാരിച്ചോളൂ. പിന്നെ പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ ആണ്. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കാം, മൈലേജ് എത്ര കിട്ടും ഇതിന്? ആളുകൾ 14-15 ആ റേഞ്ചിലാണ് മൈലേജ് ഉള്ളത്. 14-15 ഒക്കെ കിട്ടുമല്ലോ അല്ലേ? റൈറ്റ്. ഓക്കെ. അടുത്ത ഒരു 7 സീറ്റർ വണ്ടിയാണ്, ട്രൈബർ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ട്രൈബർ ഇത് 2019 മോഡല് റെനോൾട്ട് ട്രൈബർ ആണ്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. RXZ വേരിയന്റ് ആണ്. RXZ വേരിയന്റ് ആണ്. 7 സീറ്റർ വണ്ടി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഉണ്ടോ? പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇൻബിൽഡ് പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 5,50,000 ആണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 52,000 ഓടിയാണ്. 5 ലക്ഷത്തി എത്ര പറഞ്ഞ? 50,000 ആണ് റേറ്റ് പറയുന്നത്. പക്ഷേ ഇത് ഫിക്സ്ഡ് റേറ്റ് അല്ല, ഇതിപ്പോ ആസ്കിംഗ് പ്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചോളൂ. നമുക്ക് ഇത് നമ്മൾ മാരുതിയുടെ വണ്ടി അല്ലെങ്കിലും നമ്മൾ ഇതിനും 6 മന്ത് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്.
അടുത്തത് KL56 ഒരു കൊയിലാണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ്, ബലേനോ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ 23,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ 2019 മോഡൽ ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ പെട്രോൾ. ഓക്കെ. അപ്പോൾ എത്രയാണ് റേറ്റ് പറയുന്നത്? റേറ്റ് പറയുന്നത് 6,10 ആണ് പറയുന്നത്. 6,10,000. റൈറ്റ്. ഒരിക്കലും ഫൈനൽ റേറ്റ് അല്ല. എന്തായാലും നമ്മൾ വാറണ്ടി ഉണ്ടാവുമല്ലോ അല്ലേ? 6 മാസം വാറണ്ടി ഉണ്ടാവും. റൈറ്റ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? വേറെ ഇഷ്യൂസ് അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ്. അപ്പോൾ വിളിച്ചോളൂ, സംസാരിച്ചോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം അല്ലേ? അതെ. റൈറ്റ്. അടുത്തത് ഒരു വടകര രജിസ്ട്രേഷൻ ബലേനോ ആണ്. എന്താണ് അൻസാഫ് ഡീറ്റെയിൽസ്? ഇത് 2019 മോഡൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. 80 ആണല്ലേ? 80 വെഹിക്കിൾ ആണ്. ഇത് ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ. ഇത് ഓടിയിട്ടുള്ളത് 33,000 കിലോമീറ്റർ ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 6,65. 6,60,000. ലോണിന്റെ കാര്യം എങ്ങനെയാണ്? ലോൺ നമുക്ക് ഈ വണ്ടിക്കൊക്കെ നമുക്ക് 85% വരെ ലോൺ ചെയ്യാൻ പറ്റും. 80% വരെ ലോൺ ചെയ്യാൻ പറ്റും. സിവിലും കാര്യങ്ങളും നോക്കിയിട്ടാണ്. സിവിൽ കാര്യങ്ങൾ ട്രാക്ക് പിന്നെ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാം. 85% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ കൊടുക്കാം. സ്റ്റിൽ പ്രൈസ് എങ്ങനെയാണ്? നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഇതിനിപ്പോൾ പ്രൈസ് ഇട്ടുള്ളത് 6,65 ആണ്. പക്ഷെ സംസാരിച്ചാൽ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അടുത്തത് ഒരു KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വണ്ടിയാണ്, ഗ്രാൻഡ് ഐട്ടൺ അല്ലേ? അതെ, ഗ്രാൻഡ് ഐട്ടൺ സ്പോർട്ട് വേരിയന്റ് ആണ്. 1.2. ഇത് സെക്കൻഡ് ഓണർ ആണ്. ഇത് ആസ്റ്റേന്റെ താഴെ വരുന്നത്. ഓക്കെ. ഏതായാലും ഇയർ ഏതായിരുന്നു? 2017 സ്പോർട്സ് ആണ്. 1.2 വരുന്നതാണ്. 1200 cc വരുന്നത്. 1100 cc കാപ്പയല്ലേ എഞ്ചിന്? അതെ. ഓക്കെ. പിന്നെ ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ ആണ്. മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 13-14 കിലോമീറ്റർ നമുക്ക് പ്രതീക്ഷിക്കാം. കിട്ടുള്ളൂ. മൈലേജ് കിട്ടൂല. അതെ. ഓക്കെ. അപ്പൊ എത്രയാണ് റേറ്റ് പറയുന്നത്? ഇതിന്റെ റേറ്റ് പറയുന്നത് 3,90 ആണ്. 3,90. ലോൺ ഉണ്ടാവുമല്ലോ? ലോൺ നമുക്ക് 85% വരെ ചെയ്യാം. 6 month വാറന്റിയും കൊടുക്കും. 6 month വാറന്റി ഉണ്ട്. ഓക്കെ. അടുത്തത് KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്, 3rd ജനറേഷൻ അല്ലേ? അതെ. 4 cylinder എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഇത് 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 39,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അതെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 6,45 ആണ്. ഇത് നമുക്ക് റേറ്റ് നെഗോഷ്യബിൾ ആണ്. 6 month വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ടാവും. മാനുവൽ വണ്ടി മാനുവലാണ്. പെട്രോൾ. റൈറ്റ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ഇഷ്യൂസ് ഇല്ല. ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കാം. 85% വരെ നമുക്ക് ലോൺ കൊടുക്കാം. ഓക്കെ. സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ അത്യാവശ്യം കുറച്ച് കൊടുക്കാം അല്ലേ? അത്യാവശ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ കോൾ ചെയ്തോളൂ. ഓക്കെ. അടുത്തത് ഇക്കോ അല്ലേ? അതെ, ഇക്കോ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ 2021 മോഡൽ, 22,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കുറച്ച് ഓടിയിട്ടുള്ള വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. 21 സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 4,60,000 രൂപയാണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ലോൺ നമുക്ക് 85% വരെ ചെയ്യാൻ പറ്റും. ലോൺ കൊടുക്കാം. ഓണർഷിപ്പ് സിംഗിൾ ഓണർ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടം വളരെ കുറവാണ്. ഏതായാലും മോഡൽ 2021 മോഡലാണ്. വളരെ കുറച്ചേ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ എത്രയാ പറഞ്ഞ റേറ്റ്? 4,60,000 കിലോമീറ്റർ. അപ്പോൾ ബാക്കി പ്രൈസിന്റെ റിഡക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചോളൂ. അപ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും, ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിളിച്ചോളൂ. റൈറ്റ്. അടുത്തതൊരു ബത്തേരി രജിസ്ട്രേഷൻ ഡിസയർ ആണ്, സ്വിഫ്റ്റ്. എങ്ങനെയാണ് അൻസാഫ് ഡീറ്റെയിൽ? സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ ആണ് ഇത് വരുന്നത്. ഡീസൽ ആണ് വണ്ടി, നോട്ട് ദ പോയിന്റ്. ഇത് പിന്നെ ഓടിയിട്ടുള്ളത് വെറും 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ ഇതിന് റേറ്റ് വരുന്നത് 6,10,000 ആണ്. 6,10,000 ആണ്. ഡീസൽ വണ്ടിയാണ്. വളരെ കുറച്ച് വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ അൻസാഫ് ഇതിന്റെ മൈലേജ് എത്രയാണ്? ഇത് നമുക്ക് ഡീസൽ വണ്ടി ഏറ്റവും മിനിമം നമുക്കൊരു 18ന്റെ മേലിലേക്ക് നമുക്ക് എന്തായാലും കിട്ടും. 22 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡീസൽ വണ്ടി ആയതുകൊണ്ട് 22 വരെ മൈലേജ് ഉണ്ടാവും. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. 6 month വാറന്റിയും കൊടുക്കാം നമുക്ക്. വാറന്റി 6 മാസത്തെ വാറന്റി നോർമലി കൊടുക്കുന്ന രീതിയിൽ 6 മാസത്തെ വാറന്റി കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിന് നമുക്ക് 85% വരെ ലോണും ചെയ്യാം. ഇതിന്റെ കളർ ഒരു നല്ല കളറാണ്. സീറ്റ് ബീജ് കളറാണ്. നല്ല കോംബോ ആണ് കളേഴ്സ് അല്ലേ? അതെ. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാൻ ചെക്ക് ചെയ്താണ് ഓൾറെഡി. അപ്പോൾ നോക്കാം അല്ലേ? സംസാരിച്ചോളൂ. അടുത്തൊരു കാലിക്കറ്റ് രജിസ്ട്രേഷൻ വെന്യൂ ആണ്. പെട്രോൾ അല്ലേ വണ്ടി? വെന്യൂ പെട്രോൾ ആണ്. എത്ര ഓടി? 2019 മോഡലാണ് ഇത്. 2019 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 64,000 ഓടിയ 2019 ആണ് ഇയർ.
ഇതിന്റെ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇതിന്റെ ഓപ്ഷൻ വരുന്നത് 1 ലിറ്റർ ടെർബോ ആണ്. 1 ലിറ്റർ ടെർബോ. മൈലേജ് നോക്കുമ്പോൾ ടെർബോ ആയതുകൊണ്ട് ഒരു 12-13 ആ റേഞ്ചിലായിരിക്കും മൈലേജ് ഉണ്ടാവും. 1 ലിറ്റർ ടെർബോ ആണെങ്കിൽ പോലും പിന്നെ Hyundai ആയതുകൊണ്ട് അത്രയൊക്കെ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. റൈറ്റ്. ബാക്കി റേറ്റ് വരുന്നത് 670 ആണ്. 6,70,000. ബാക്കി കണ്ടീഷൻസ് ഓക്കെയാണ്. വാറണ്ടി കാര്യങ്ങൾ 6 മാസം വാറണ്ടി കൊടുക്കും. റൈറ്റ്. അടുത്തത് അഗൈൻ ഒരു നന്മണ്ട രജിസ്ട്രേഷൻ വണ്ടിയാണ്, ടാറ്റ നെക്സോൺ അല്ലേ? സേഫ്റ്റിന്റെ കാര്യത്തില് ഒന്നും നോക്കാനില്ലാത്ത വണ്ടിയാണ്. ഇയർ ഏതാണ്? ഇത് 2019 മോഡലാണ്. ആകെ 22,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. AMT വെഹിക്കിൾ ആണ്. XMA വേരിയന്റ് ആണ്. XMA എന്ന് പറയുമ്പോൾ ടോപ്പ് ആണോ? മിഡിൽ വേരിയന്റ് ആണ് XMA. റൈറ്റ്. ഇതിന്റെ റേറ്റ് വരുന്നത് 6,30,000 ആണ് വരുന്നത്. വാറണ്ടി കാര്യങ്ങളൊക്കെ നോർമൽ പറഞ്ഞ പോലെ തന്നെ 6 മാസം വാറണ്ടി ഉണ്ടാവും. ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. ഇപ്പൊ പറഞ്ഞ എല്ലാ വണ്ടീസിന്റെ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. എങ്കിൽ കൂടെ പ്രത്യേകിച്ച് എടുത്ത് പറയാം, വളരെ ക്ലീൻ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലായിരുന്നു. സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ വളരെ ക്ലീൻ ആണ് വണ്ടി. അപ്പോൾ കോൾ ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ, അടുത്തത് KL57 വെന്യൂ പറയൂ. ഇത് 2019 വണ്ടി തന്നെയാണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 84,000 സിംഗിൾ RC ആണ്. ഇത് SX ഓപ്ഷനിലാണ്. 1 ലിറ്റർ ടെർബോ തന്നെയാണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 7,10 ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ എഞ്ചിനാണ്. 7,10,000 രൂപ. മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് നമുക്കൊരു 12-13 ആ റേഞ്ചിൽ പ്രതീക്ഷിക്കാം. 12-13 ഒക്കെയാണ് ഇതിന്റെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ബാക്കി വണ്ടി കണ്ടീഷൻ എക്സ്റ്റീരിയർ ഒക്കെ ഓക്കെയാണ്. റൈറ്റ്. വാറണ്ടി ഉണ്ടാവും അല്ലേ? 6 മാസം വാറണ്ടി ഉണ്ടാവും. ഓക്കെ. ഇതിനും ലോൺ നമുക്ക് ചെയ്യാം. മാക്സിമം ലോൺ 85% വരെ ലോൺ ചെയ്യാം. 6 മാസം വാറണ്ടി ഉണ്ടാവും. അതുപോലെ 85% വരെ ലോണും കൊടുക്കാം അല്ലേ? അതെ. റൈറ്റ്. അടുത്തതൊരു കാലിക്കറ്റ് രജിസ്ട്രേഷൻ വാഗണർ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2015 മോഡൽ വാഗണർ ആണ്. VXI വേരിയന്റ് ആണ്. സിംഗിൾ RC ആണ്. ഇതിന്റെ കിലോമീറ്റർ 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 3,60,000 ആണ്. 3,60,000. 2015 എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 70,000 കിലോമീറ്റർ. 70,000 ഓടിയിട്ടുണ്ട്. പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ. ഓക്കെ. അടുത്ത എഗെയിൻ ഒരു വാഗണർ പറയൂ ഡീറ്റെയിൽസ്. 2016 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇത്. ഇത് ഓടിയിട്ടുള്ള 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏതാ വേരിയന്റ്? VXI 2016 VXI. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് ഓടിയിട്ടുള്ളത് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 3,60,000. 3,60,000. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിന് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 85% വരെ ലോൺ ചെയ്യാം. ഓക്കെ. ഈ ഒരു വാഗണറിന് എത്ര മൈലേജ് ആണ്? ഇതിനൊരു 14-15 ആ റേഞ്ചിൽ മൈലേജ്. 14-15 ഒക്കെ മൈലേജ് വരും. ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. റൈറ്റ്. ഓക്കെ. അപ്പൊ അൻസാഫ്, ഇവിടെ ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണുന്നുണ്ടല്ലോ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? നമുക്കിപ്പോ ആദ്യമായിട്ടൊരു ഡ്രൈവിംഗ് എയിം ആക്കണം എന്നുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ 1 lakh ബിലോ ആയിട്ട് വരുന്ന വണ്ടികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ 1,00,000 താഴെയായിട്ട് വരുന്ന വണ്ടികളാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് 2007 മോഡലാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 2007 മോഡലാണ്. ഇതിനൊക്കെ നമുക്ക് 95,000 കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഒരു എസ്റ്റിലോ വരുന്നുണ്ട്. അത് നമുക്ക് 85,000 കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതേപോലെ തന്നെ മാരുതി 800 വരുന്നുണ്ട്. അതൊരു 75,000 നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇവിടെയുള്ള ഈ കാണുന്ന വണ്ടികളൊക്കെ ഏകദേശം 1.5 lakhന്റെ ഉള്ളിൽ വരുന്ന വണ്ടികളാണ്. ഈ വണ്ടികളെല്ലാം ആ വാഗണർ വരുന്നത് 85,000 ആണ്. അങ്ങനത്തെ വണ്ടികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ ആവശ്യമുള്ളവരും കോളേജ് ചോദിക്കാൻ നമ്മൾ സ്ക്രീനിൽ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നിങ്ങൾക്ക് നടത്താം. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അൻസാഫ്, ട്രൂ വാല്യൂനെ പറ്റി ചില ആളുകൾക്കൊരു സംശയമുണ്ട്. എന്താണെന്ന് അറിയോ? അതായത് മാരുതിൻ്റെ വണ്ടി മാത്രമേ ഇവിടെ കിട്ടൂ എന്നുള്ള കാര്യം, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ മാരുതി വണ്ടികൾ മാത്രമല്ല, നമ്മളെല്ലാ ബ്രാൻഡിൻ്റെ വണ്ടികളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ മാരുതിയുടെ പുറമെ ആയിട്ട് നമുക്ക് റെനോൾട്ട് ഉണ്ട്, ടാറ്റ, ഹ്യുണ്ടായി, പിന്നെ അതേപോലെ വോക്സ് വാഗൺ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാരുതിൻ്റെ വണ്ടി മാത്രമല്ല, ബാക്കി പല ബ്രാൻഡ്സിൻ്റെ വണ്ടി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വണ്ടിയാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കോൾ ചെയ്ത് സംസാരിക്കാം. സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും അൻസാഫേ ഒരു ബൈ പറയാം അല്ലേ? ബൈ.